കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, ക്ഷമയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കണം. അതിന് 2 തഫ്സീറുണ്ട്. ഒന്നാമത്തെ തഫ്സീർ, നീയും നമസ്കരിക്കുന്നവനാവണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. രണ്ടാമത്തെ തഫ്സീർ, മക്കളോടുള്ള ഈ കൽപ്പനയിൽ ക്ഷമയോടുകൂടി നീ നിലകൊള്ളണം. ഒറ്റ ദിവസം കൊണ്ട് മക്കൾ മാറണമെന്നില്ല, മറിച്ച് അതിൽ ക്ഷമ വേണം, ഇസ്തിമറാറ് വേണം. ഏതുവരെ? ഉമ്മയും വാപ്പയും മരിക്കുന്നത് വരെ. അതാണ് അതിൻ്റെ ബൗണ്ടറി. അതിൻ്റെ ബൗണ്ടറി എന്ന് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ വരുന്നത് വരെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ആ ഇബാദത്തിൻ്റെ ഭാഗമാണ് അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. അപ്പോൾ അത് അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടു കൂടിയായിരിക്കണം. അതല്ലാതെ ഒരു പരിധി കഴിഞ്ഞ് അത് നമ്മൾ നിർത്തിക്കളയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആയത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നൽകിയിട്ടുള്ള വ്യാഖ്യാനം, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മക്കൾക്ക് കൃത്യമായ ഇൽമു പകർന്നു കൊടുക്കുക, മര്യാദകൾ പറഞ്ഞു കൊടുക്കുക, അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് അവരെ ബോധവാന്മാരാക്കുക. അങ്ങനെ ക്ഷമ അവലംബിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് എപ്പോഴും തർബിയത്തിൽ നിന്ന്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിറകോട്ട് പോകുവാൻ പാടില്ലാത്തതാണ്.